എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇത്തരമൊരു അവസരം എനിക്ക് നൽകിയതിന്, എന്നെ വിശ്വസിച്ച് ഈ ഒരു പ്രത്യേക ദിവസത്തിൽ കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ആവശ്യപ്പെട്ടതിനും ഒരുപാട് നന്ദി. അമ്മയ്ക്കും പപ്പയ്ക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി. അതുപോലെ അക്കനത്ത് ട്രസ്റ്റിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഈ കുടുംബത്തെ സ്നേഹത്തോടും ഉത്തരവാദിത്തോടും കൂടി മുന്നോട്ട് നയിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ഐക്യവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്നിവിടെ എനിക്ക് നേരിട്ട് വരാൻ സാധിച്ചില്ല, എങ്കിലും ഈ വീഡിയോയിലൂടെ ഈ നിമിഷത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്നെ കേൾക്കുന്നവരിൽ എന്നേക്കാൾ പ്രായമുള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ എന്നേക്കാൾ പ്രായം കുറഞ്ഞവരുണ്ടാകാം, അല്ലെങ്കിൽ എൻ്റെ സഹോദര തുല്യരായിട്ടുള്ള ആളുകളുണ്ടാവാം. ജീവിതാനുഭവങ്ങൾ കൊണ്ട് എന്നേക്കാൾ വലിയവരാണ് നിങ്ങളെല്ലാവരും. അതുകൊണ്ട് തന്നെ നിങ്ങളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഉപദേശിക്കാനോ വലിയ കാര്യങ്ങൾ പറഞ്ഞു തരാനോ ഉള്ള ഒരാളായല്ല ഞാനിവിടെ നിൽക്കുന്നത്. എന്നാലും കുടുംബം, ബന്ധങ്ങൾ, സംസ്കാരം, മൂല്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഇവയൊക്കെ എന്താണെന്നും ഒരു കുടുംബത്തെ എങ്ങനെയാണ് ചേർത്ത് പിടിക്കേണ്ടതെന്നും നിങ്ങളെപ്പോലെ മറ്റാർക്കും അറിയില്ല. കാരണം ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത് എന്നെ കാണുന്ന നിങ്ങൾ ഓരോരുത്തരാണ്. പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ, അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ 13 വർഷം മുതൽ അല്ലെങ്കിൽ 14 വർഷമായി ഞാനൊരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിലും ഒരു തെറപ്പിസ്റ്റ് എന്ന നിലയിലും ഒരുപാട് മനുഷ്യരെ കേട്ടതിൽ നിന്ന് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പങ്കുവെക്കാമെന്ന് കരുതുന്നു. ഞാനും എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളല്ല. എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്. ഞാൻ എപ്പോഴും ജീവിതം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ജീവിതത്തിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പല കുടുംബങ്ങളെയും, ദമ്പതികളെയും, മാതാപിതാക്കളെയും, കുട്ടികളെയും ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. കുടുംബം എന്നത് വളരെ മനോഹരവും ശക്തവുമായ ഒന്നാണ്. പക്ഷെ കാലത്തിനനുസരിച്ച് കുടുംബങ്ങളും മാറേണ്ടതുണ്ട്. നമ്മുടെ വീടുകൾ കാലത്തിനനുസരിച്ച് പുതുക്കാറുണ്ട്. ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. വീട്ടിലെ പല സാധനങ്ങളും നമ്മൾ മാറ്റി പുതിയതായിട്ട് വാങ്ങിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ ചിന്താഗതികളും കാലത്തിനനുസരിച്ച് മാറേണ്ടതുണ്ട്. അത് നമ്മുടെ മൂല്യങ്ങൾ തള്ളിക്കളഞ്ഞതുകൊണ്ടിട്ടല്ല, നമ്മുടെ സംസ്കാരത്തെ അപമാനിച്ചും കൊണ്ടിട്ടല്ല, മറിച്ച് കുറച്ചുകൂടി ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ പരസ്പരം സ്നേഹിക്കാൻ പഠിച്ചുകൊണ്ടാണ്. പലപ്പോഴും മാതാപിതാക്കൾക്ക് തോന്നാറുണ്ട്, ഞങ്ങൾ മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്തു, ഞങ്ങളുടെ ജീവിതം അവർക്കായി മാറ്റിവെച്ചു, എന്നിട്ടും എന്തുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പെരുമാറുന്നത്, എന്തുകൊണ്ടാണ് അവര് ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാത്തത് എന്നൊക്കെ. ആ സങ്കടം എനിക്ക് മനസ്സിലാകും. എല്ലാ മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി ഏറ്റവും നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ ചിലപ്പോഴൊക്കെ മാതാപിതാക്കൾ കാണാത്ത ചില വേദനകൾ മക്കളും അനുഭവിക്കുന്നുണ്ടാവാം. പ്രത്യേകിച്ച് ഇന്ന് 30 വയസ്സ് മുതൽ 40 വയസ്സുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കുട്ടിക്കാലത്ത് കേട്ട ചില വാക്കുകളെ കുറിച്ചിട്ടാണ്, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തതിനെ കുറിച്ചിട്ടാണ്. ആരും തങ്ങളെ കേട്ടില്ല എന്ന് പറയുന്ന കാര്യങ്ങളാണ്. മാതാപിതാക്കൾ ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല എന്ന് എനിക്കറിയാം. അവരും അന്ന് കഷ്ടപ്പെടുകയായിരുന്നു, കുടുംബം നോക്കാൻ നെട്ടോട്ടം ഓടുകയായിരുന്നു. എങ്കിലും നമ്മൾ അറിയാതെ തന്നെ കുട്ടികൾക്ക് ചില മുറിവുകൾ ഏൽക്കാറുണ്ട്. അതുകൊണ്ടിട്ട് ഒരു കുടുംബം എന്ന നിലയിൽ നമുക്ക് വരുത്താവുന്ന ഏറ്റവും വലിയ മാറ്റം ഉപദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റൊരാളെ കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഗൂഗിളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരുപാട് ഉപദേശങ്ങൾ കിട്ടും. പക്ഷെ ആരും ഒരാളെ കേൾക്കാനില്ല എന്നുള്ളൊരു സങ്കടം പലർക്കും ഉണ്ടാകാറുണ്ട്. മുൻവിധികളില്ലാതെ നമ്മളെ ഒന്ന് കേൾക്കുന്ന ഒരാളെയാണ് നമുക്ക് ആവശ്യം. നിനക്ക് എന്താണ് തോന്നുന്നത്, നിനക്ക് എന്നോട് പറയാം, എനിക്ക് എല്ലാം മനസ്സിലായി എന്ന് വരില്ല, എന്നാലും ഞാൻ നിന്നെ കേൾക്കാൻ തയ്യാറാണ് എന്ന് ഒരു രക്ഷിതാവ് പറയുന്നത് ആ കുടുംബത്തിലെ പകുതി പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് സഹായിക്കും. മറ്റൊരു കാര്യം വിവാഹത്തെയും ബന്ധങ്ങളെയും കുറിച്ചിട്ടാണ്. നമ്മുടെ കുടുംബങ്ങളിൽ വിവാഹത്തിനും കുടുംബത്തിന്റെ പേരിനും വലിയൊരു വിലയുണ്ട്. അത് നല്ലതാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ ആളുകൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന, തീരെ സമാധാനമില്ലാത്ത ബന്ധങ്ങളിൽ തുടരുന്നത് എൻ്റെ മാതാപിതാക്കൾക്ക് വിഷമമാകും, അല്ലെങ്കിൽ ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് വിട്ടുപോന്നാൽ എൻ്റെ മാതാപിതാക്കൾ വളരെ ബുദ്ധിമുട്ടിലാകപ്പെടുമോ എന്നൊക്കെയുള്ള ഒരു ചിന്തകളാണ്. അല്ലെങ്കിൽ നാട്ടുകാരെന്തു പറയും എന്നൊക്കെ ഓർത്തിട്ടാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വേർപിരിയലാണ് എന്നല്ല ഞാൻ പറയുന്നത്. ബന്ധങ്ങൾക്ക് ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ വേണം. പക്ഷേ ഒരാൾ ആത്മഹത്യയുടെ വക്കിലെത്തുകയോ അന്തസ്സില്ലാത്തൊരു ജീവിതം ജീവിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ തീരെ സമാധാനമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണെങ്കിൽ മാതാപിതാക്കളായി നമ്മൾ അവർക്കൊപ്പം നിൽക്കണം. അങ്ങനെയൊക്കെ അങ്ങ് സഹിക്കൂ, ഇങ്ങനെയാണ് ഞങ്ങളും സഹിച്ച് ജീവിതം മുന്നോട്ട് പോയത് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ
ഒരു വലിയൊരു പിന്തുണ ഞങ്ങളുണ്ട് കൂടെ, നമുക്ക് ചേർന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്താം എന്ന് പറയുന്നതാണ്. കുടുംബം എന്നത് പേര് സംരക്ഷിക്കാനായിട്ടുള്ള ഒരിടമല്ല, മറിച്ച് ജീവിതം കൈവിട്ടു പോകുമ്പോൾ തിരികെ വരാൻ കഴിയുന്ന ഒരിടമായിരിക്കണം. മാതാപിതാക്കളുടെ ജീവിതത്തെക്കുറിച്ചും എനിക്ക് ചിലത് പറയാനുണ്ട്. പല മാതാപിതാക്കളും സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ് ജീവിതം മുഴുവൻ മാറ്റിവെക്കുന്നത്. അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നു, സമ്പാദിക്കുന്നു, സ്വന്തം ആരോഗ്യം, ഉറക്കവും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റിവെക്കാറുണ്ട്. എന്നാൽ അവർ വിചാരിക്കും മക്കളൊക്കെ സെറ്റിലായിട്ട് എനിക്ക് സമാധാനമായി ജീവിക്കണം എന്ന്. പക്ഷെ ജീവിതം അങ്ങനെ മാറ്റിവെക്കേണ്ട ഒന്നല്ല. മക്കൾ പ്രധാനമാണ്, അവരുടെ ഭാവി പ്രധാനമാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതവും പ്രധാനമാണ്. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സൗഹൃദങ്ങൾ ഇതെല്ലാം വിലപ്പെട്ടതാണ്. മക്കൾക്ക് വേണ്ടി എല്ലാം ത്യാഗം ചെയ്യുന്നവർ മാത്രമല്ല ഒരു നല്ല കുടുംബം ഉണ്ടാക്കുന്നത്, മറിച്ച് സന്തോഷമുള്ള മാതാപിതാക്കൾ കൂടിയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നത് കാണുമ്പോഴാണ് മക്കളും ജീവിതം ബാലൻസായി ജീവിക്കാൻ പഠിക്കുന്നത്. അതുപോലെ കുടുംബത്തിലേക്ക് പുതിയതായി വരുന്ന അംഗങ്ങളെ സ്വീകരിക്കുന്ന കാര്യത്തിലും നമുക്ക് മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഒരു കുടുംബത്തിലേക്ക് ഒരു മരുമകനോ ഒരു മരുമകളോ വരുമ്പോൾ അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം മാത്രമല്ല, രണ്ട് സംസ്കാരങ്ങൾ, രണ്ട് വളർത്തൽ രീതികൾ ഒക്കെയാണ് അവിടെ ഒന്നിക്കുന്നത്. സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അവർ ചിലപ്പോൾ തമ്മിൽ പ്രതീക്ഷിച്ചതുപോലെ പ്രവർത്തിക്കില്ലായിരിക്കാം. എല്ലാം കണ്ണടച്ച് അംഗീകരിക്കണം എന്നല്ല, പക്ഷേ ഒന്നിനെയും പെട്ടെന്ന് ജഡ്ജ് ചെയ്യരുത്. ചെറിയൊരു കളിയാക്കലോ താരതമ്യം ചെയ്യലോ ഒരാളുടെ മനസ്സിന്റെ മുറിവുകൾ വല്ലാതെ ഡീപ്പായി ഉണ്ടാക്കിയെടുത്തേക്കാം. കുറച്ചുകൂടി സൗമ്യതയോടുകൂടി, കുറച്ചുകൂടി ക്ഷമയോടുകൂടി നമുക്ക് അവരോട് പെരുമാറാനായിട്ട് സാധിക്കണം. അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ആലോചിക്കുന്നതിന് പകരം അവരേത് സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത് എന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിച്ചാൽ തന്നെ നമ്മുടെ കുടുംബത്തിലെ അന്തരീക്ഷം മാറും. ഞാൻ ഇതെല്ലാം പറയുന്നത് ആരെങ്കിലും കുറ്റപ്പെടുത്താനോ മുറിപ്പെടുത്താനോ അല്ല. ഇന്ന് പല കുടുംബങ്ങളും പുറമെ നോക്കുമ്പോൾ സന്തോഷമായി തോന്നുമെങ്കിലും പലരും വളരെയധികം തളർന്നിരിക്കുകയാണ്. പല ദമ്പതികളും ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. പല മക്കളും വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ചടങ്ങുകളും ആഘോഷങ്ങളും മാത്രം പോരാ ഒരു കുടുംബം ശക്തമായിരിക്കാൻ. അവിടെ പരസ്പര ബഹുമാനവും സ്നേഹവും കേൾക്കാനുള്ള മനസ്സും കൂടി വേണം. ലോകം മുഴുവൻ എന്നെ കുറ്റപ്പെടുത്തിയാലും എൻ്റെ കുടുംബം എന്നെ കേൾക്കും എന്നുള്ളൊരു ഉറപ്പാണ് ഓരോ വ്യക്തിക്കും ലഭിക്കേണ്ടത്. അക്കനത്ത് കുടുംബ പേര് വിജയം കൊണ്ടും മാത്രമല്ല, പരസ്പരമുള്ള സ്നേഹവും കൊണ്ടും മാനസികമായിട്ടുള്ള ഐക്യവും കൊണ്ടിട്ടും വളരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മുതിർന്നവർക്ക് ബഹുമാനവും ചെറിയ കുട്ടികൾക്കും ബഹുമാനവും തങ്ങളെ കേൾക്കുന്നു എന്നുള്ളൊരു തോന്നലും, മരുമക്കൾക്ക് ഇത് സ്വന്തം വീടാണെന്ന സുരക്ഷിതത്വ ബോധവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ അവസരം നൽകിയതിന് നന്ദി. ഇതാരെയും തിരുത്താനോ വേദനിപ്പിക്കാനോ വേണ്ടി പറഞ്ഞതല്ല. ഒരു വീഡിയോ അയക്കാൻ പറഞ്ഞപ്പോൾ എന്താണ് ഷെയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആദ്യം ചിന്തിച്ചത്. അപ്പൊ ഞാൻ കേട്ട കഥകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങളാണ്, കൂടാതെ എനിക്കും തോന്നിയ കാര്യങ്ങളാണ് നിങ്ങളോട് തുറന്നു പറഞ്ഞു എന്ന് മാത്രം. അക്നത്ത് ട്രസ്റ്റിലെ എല്ലാ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവും സമാധാനവും ആയുരാരോഗ്യം നേരുന്നു. നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.